സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിൽ പലയിടത്തും പ്രതിഷേധവും ഉയരുകയാണ്. വൈദ്യുതി ആവശ്യകത കൂടിയതോടെ ലൈനിനും ട്രാൻസ്ഫോമറിനും ലോഡ് താങ്ങാനാകാതെ വരുന്നതാണ് ലോഡ് റെസ്ട്രിക്ഷൻ സാഹചര്യമെന്നാണ് KSEBിയുടെ വിശദീകരണം. ഈ സ്ഥിതി തുടർന്നാൽ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമെന്ന് ജനങ്ങൾ പറയുന്നു. ചൂട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടും ദേഹമൊക്കെ പൊള്ളി ചൂടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി കാലങ്ങളില് ചൂട് സമയത്ത് കറണ്ട് പോകണത് ഇന്നലെ രാത്രി പോയോ? ഇന്നലെ രാത്രി ഇഷ്ടം പോലെ പോയി. രാവിലെ രാത്രി 10 മണിക്ക് പോയത് 12 മണി 1 മണി വരെ കറണ്ട് പോയില്ല. പോകുന്നുണ്ട്. ബുദ്ധിമുട്ട് സഹിച്ചല്ലേ പറ്റൂ. വീട്ടില് കറണ്ട് പോക്കൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ 2 വട്ടം പോയി. രാത്രി പകല് മൊത്തം ലോട്ടറിയും വിറ്റിട്ട് രാത്രി കിടക്കാൻ കറണ്ട് പോയി. ചൂടേ ഉള്ളൂ. ബുദ്ധിമുട്ടുണ്ടാകുന്ന ചേട്ടാ, ഞാൻ മനുഷ്യല്ലേ, ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് എല്ലാം നോക്കിയിട്ടല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് അത് ഇത് എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സഹിച്ചേ പറ്റുമോ? അത് ഓവർലോഡ് ആയതുകൊണ്ട് നിർത്തേണ്ടി വരും. അതെല്ലാം മനുഷ്യർക്കും അറിയാം. പിന്നെ രാഷ്ട്രീയം പറയണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയം പറയാം. അവർ ക്യാരി കൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ അവരെ കൊണ്ട് മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വിളിച്ച് അവര് പറഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് കാണും, സഹിച്ചേ പറ്റണമെന്നാണ്. സംസ്ഥാനത്തേക്ക് കൂടുതൽ വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് അനുമതി. 250 മെഗാവാട്ട് വീതം വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനും KSEBിക്കും ഇടയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നുവോ? മാധു, 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതോടുകൂടി KSEBിയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ആശ്വാസം നൽകുന്ന കാര്യമെന്നുള്ളത് തന്നെയാണ്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഏതായാലും 250 മെഗാവാട്ട് ഈ തത്സമയ വിപണിയിൽ നിന്നും എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും ശമനം കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് KSEB കണക്ക് കൂട്ടുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മെയ് 15 വരെ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങാമെന്നുള്ളതാണ്. ഒപ്പം തന്നെ എത്ര യൂണിറ്റ് വൈദ്യുതി വാങ്ങി, എങ്ങനെയാണ് അതിന്റെ നിരക്ക് എന്നതടക്കമുള്ള വിവരങ്ങൾ ഓരോ ആഴ്ചയും അത് കമ്മീഷനെ അറിയിക്കണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 10 രൂപ 5 പൈസ നിരക്കിലാണ് ഈ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നത്. ആ വൈദ്യുതി കിട്ടിത്തുടങ്ങിയാൽ ഏറെക്കുറെ ആശ്വാസകരമാകുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വൈദ്യുതി കിട്ടുന്നത് വൈകുകയാണെങ്കിൽ, അധിക വൈദ്യുതി കിട്ടിയില്ലെങ്കിൽ വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്നും നാളെയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗ് അത് ഉണ്ടാകും. അപ്രഖ്യാപന ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ആദ്യം 15 മിനിറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അരമണിക്കൂറും 40 മിനിറ്റും ഒക്കെ വൈദ്യുതി പോകുന്ന സ്ഥിതിയുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 28-ന് മഴ പെയ്യുന്നതോടുകൂടി കുറച്ച് ആശ്വാസമാകുമെന്നുള്ളതാണ് KSEBിയുടെ വിലയിരുത്തൽ. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. അതേ രീതിയിൽ തന്നെ വൈദ്യുതി കിട്ടിയില്ല എങ്കിൽ ഇതേ രീതി തുടരാൻ സാധ്യത കൂടുതലാണ്. മാധു, സുനിഷ അയ്യല്ലൂർ വിവരങ്ങൾ നൽകിയത്. കൊടും ചൂട് തുടരുന്നതിനിടെ രാജ്യത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകതയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം കടുക്കുന്ന സാഹചര്യത്തിൽ ദില്ലി ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. YS അഭിനന്ദ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിനന്ദ, രാജ്യമാകെ ഈ അത്യുഷ്ണത്തിൽ പുകയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒഡീഷയിൽ, ദില്ലിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ ചൂടും ഉഷ്ണതരംഗവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. വൈദ്യുതി ഉപഭോഗം ക്രമീകരിക്കാൻ സാധിക്കുമോ? മാധു, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് പോകുമ്പോൾ രാജ്യത്തും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. 251 ജിഗാവാട്ടാണ് ഇപ്പോൾ സർവകാല റെക്കോർഡായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം 249.1 ആയിരുന്നു റെക്കോർഡായിട്ടുണ്ടായിരുന്നത്. 2024 മെയ് മാസത്തിൽ കനത്ത ചൂടായിരുന്നു. അന്ന് 249 ആണെങ്കിൽ അത് 251 എത്തുന്നു. 271 ജിഗാവാട്ട് വരെ ഈ റെക്കോർഡ് പോകുമെന്നതാണ് നിലവിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം കനത്ത ചൂടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അടക്കമുള്ളത്. AC-യുടെയും ഫാനിന്റെയും ഉപഭോഗമാണ് ഇത്തരത്തിലേക്ക് വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് വൈദ്യുതി മന്ത്രാലയത്തിന് വിശദീകരണമായിട്ട് വരികയും ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. രാജസ്ഥാനിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും അടക്കം കനത്ത ചൂടാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലിയിൽ എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആശുപത്രികളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സൂര്യതാപ ക്ലിനിക്കുകൾ പ്രത്യേകമായിട്ട് രൂപീകരിച്ചു. എന്തായാലും ചൂടിനെ നേരിടാൻ ദില്ലിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ചുട്ട് പൊള്ളുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. മാധു, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.